പ്രിയ സ്നേഹിതരെ, ദൈവം നമുക്ക് തന്ന കഴിവുകൾ അത് നമുക്കും കൂടെയുള്ളവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകേണ്ടതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ഈ കഴിവുകൾ അനേക തരത്തിലുള്ള ഉപകാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനും ഉന്മേഷം പകർത്തുവാനും ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചിലരൊക്കെ ഉണ്ട് വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന, മറ്റുള്ളവരെ വിമർശിക്കുന്ന, കളിയാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കട്ടെ. ബൈബിളിലെ ഒരു വാക്യം എങ്ങനെയാണ്? ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്ന് ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ അനുഭവത്തോട് ചേർന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് ആ വാക്കിൽ നിന്ന് പറയുന്നത്? എൻ്റെ വായിലെ വാക്കുകൾ. 2, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, അതെൻ്റെ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നത്, അത് ദൈവമേ അങ്ങയ്ക്ക് പ്രസാദകരമാകണമേ. അങ്ങയ്ക്ക് പ്രസാദകരമായ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുമ്പോൾ, ഞാൻ ഉരുവിടുമ്പോൾ അത് അനേകരെ ധൈര്യപ്പെടുത്തുന്നതാണ് എന്നുള്ളതും നാം അറിയണം. അപ്പൊ ദൈവത്തിന് പ്രസാദകരമാണ്. തന്ന ദൈവം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കഴിവ് എന്തിനുപയോഗിച്ചു എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയാൻ ധൈര്യമുണ്ടാകണം. അല്ല, ഞാൻ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ കോപം വന്നപ്പോൾ, ക്രോധം വന്നപ്പോൾ, ഞാൻ എൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ ചില വാക്കുകൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ദേഷ്യം അല്പം അടങ്ങി ശമിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ വാക്കുകൊണ്ട് ആരെങ്കിലും മുറിവേറ്റുവെങ്കിൽ, ആർക്കെങ്കിലും അറപ്പുളവായെങ്കിൽ, ആർക്കെങ്കിലും ലജ്ജ ഉണ്ടായെങ്കിൽ, അയ്യോ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ, സഭ്യമല്ലാത്ത വാക്കുകളാണല്ലോ ഈ ആൾ പറഞ്ഞത് എന്നൊരാൾക്ക് പറയാനിടയാകുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നേരാവണ്ണം ഉപയോഗിച്ചില്ല എന്നുള്ളതറിയണം. വളരെ ചീത്ത വാക്കുകൾ പറയുന്ന അനേകം, വളരെ തമാശ രൂപേണ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കണം, ഞാൻ സഭ്യമല്ലാത്ത ഒരു വാക്കുപോലും ഞാൻ പറയുകയില്ല, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ പറയില്ല എന്ന് തീരുമാനിക്കണം. എനിക്ക് ദൈവം ശബ്ദം തന്നുവെങ്കിൽ, ദൈവം എനിക്ക് നാവ് തന്നുവെങ്കിൽ അത് ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാനേ ഉപയോഗിക്കാവൂ. മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവരെ ഇടിച്ചു താഴ്ത്തുകയല്ല, അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അതിലൂടെ അവരെ തിരുത്തിയെടുക്കുന്ന ഒരു മനോഭാവമായിരിക്കണം നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരേണ്ടത്. ഇപ്പൊ ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയാൻ കഴിയണം, കർത്താവേ, എനിക്ക് തന്ന കഴിവ് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇനി ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നാവ് ഒരു തീയാണെന്ന് പറയുന്നു. വലിയ കാടിനെ ഒരു തീ കത്തിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകളും അനേകർക്ക് നാശം വിതയ്ക്കുവാൻ, അനേക വ്യക്തികൾക്ക് ദോഷത്തിനും സങ്കടത്തിനും കാരണമാക്കുവാൻ ഇടയാകും എന്ന് കരുതി നമുക്ക് തീരുമാനിക്കാം, ദൈവമേ, ഞാൻ അങ്ങനെ നാശത്തിനും ദോഷത്തിനും ഇടയാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയില്ല. അനേകര് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് പലർക്കും വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എതിർക്കുവാൻ കഴിവില്ല. നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങളെ തടയുവാൻ കഴിവില്ലാതെ ബലഹീനരായിരിക്കുന്നവർ അത് കേട്ട് ഉള്ളിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നാം അറിയണം. ഒരു സഭ്യമല്ലാത്ത വാക്ക്, ലജ്ജാകരമായ വാക്ക് ഉപയോഗിക്കുന്നവർ നമ്മുടെ ഇടയിലില്ലേ? അതൊക്കെ നമ്മൾ നിർത്തുന്നതല്ലേ, മതിയാക്കുന്നതല്ലേ നല്ലത്? അത് ചിന്തിക്കുക. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങളത് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ അത് നിർത്തണം, അത് ചെയ്യരുത്. മറ്റൊരാളുടെ ഉള്ളിൽ ഒരു ദീർഘശ്വാസം ഉണ്ടായാൽ, വേദന ഉണ്ടായാൽ അറിയണം, ആ നിങ്ങളുടെ ശബ്ദം കേട്ട ആ വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്.
ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദീർഘനിശ്വാസം പുറത്തേക്ക് വന്നാൽ, വിഷമം കൊണ്ടൊരു ശ്വാസം പുറത്തേക്ക് വന്നാൽ, അത് കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകും. സകല മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സകലരെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തോട് അപേക്ഷിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, സഹായം ചോദിക്കുന്നുവെങ്കിൽ എൻ്റെ വാക്കുകൊണ്ട് ഒരാൾക്ക് വേദനയുണ്ടായി അയാൾ ആ സങ്കടം ദൈവത്തോട് പറഞ്ഞാൽ അത് നമുക്ക് നല്ലതാകുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യം. നമ്മുടെ ജീവിതത്തിന് നാശം വിതയ്ക്കുന്ന രീതിയിൽ, നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലും നാം ഏർപ്പെടരുത്. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാകണം, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവരെയും അനുഗ്രഹിപ്പാൻ മനസ്സുള്ള ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന ബോധം നമ്മെ നല്ലവണ്ണം ഭരിക്കട്ടെ. വീണ്ടും ഇതേപോലുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.